സാൽവേഷൻ ആർമിയുടെ ടെറിട്ടോറിയൽ കമാൻഡറായിരിക്കുന്ന അഭിമന്യനായ കേണൽ ജോൺ വില്യം, അഭിമന്യ ബിഷപ്പ് മാത്യൂസ് മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ, അഭിമന്യനായ ബിഷപ്പ് ഡോക്ടർ ജോർജ് ഈപ്പൻ, ബിഷപ്പ് ഡോക്ടർ സെൽവദാസ് പ്രമോദ് തിരുമേനി, ബിഷപ്പ് ഡോക്ടർ ഓസ്റ്റിൻ എം എ പോൾ, സിനഡ് പ്രസിഡന്റായിരിക്കുന്ന ബഹുമാന്യനായ മോഹൻ മാനുവൽ അച്ഛൻ, ECI സഭയുടെ ബിഷപ്പ് കമ്മീസറി ആയിരിക്കുന്ന ഹെൻറി ദാവീദ് അച്ഛൻ, ഈ ജാഥയുടെ ജനറൽ കൺവീനറായ പ്രിയമുള്ള നോബിൾ അച്ഛൻ, KCCയുടെ വൈസ് പ്രസിഡന്റ് ഷിബി പീറ്റർ, KCCയുടെ ട്രഷറായിരിക്കുന്ന ജെയിംസ് അച്ഛൻ, ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാന്യരായ അച്ഛന്മാരെ, അയ്യാമാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള ഏവരുമേ, പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, ജനുവരി മാസം 29-ാം തീയതി മുതൽ തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കാൽനടയായി എന്തുകൊണ്ട് കേരളത്തിലെ ബിഷപ്പുമാരും അച്ഛന്മാരും ജനങ്ങളും നടന്നു എന്ന് ചോദിച്ചാൽ, കേരള നിയമസഭയിൽ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുവാൻ ഒരാൾ പോലും ഇല്ലാത്തതിനാൽ ഞങ്ങളുടെ വിയർപ്പ് ഈ MC റോഡിൽ ഒഴുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ തിരുവല്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഈ നീതിയാത്ര നടത്തിയത്. ഞങ്ങൾ ഇവിടെ ഒഴുക്കിയ വിയർപ്പിന് മറുപടി പറയുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാലമേറെ എടുക്കും എന്ന സത്യവും ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഈ യാത്രയുടെ പേര് നീതിയാത്ര എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിന് നീതിയാത്ര എന്ന് പേര് കൊടുത്തതെന്ന് ചോദിച്ചാൽ, കേരള സമൂഹത്തിലെ ആരുമായും ഒരു മേശക്കരികിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്താൽ ന്യായപൂർവമാണ്, നീതിപൂർവമാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള 4 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തുന്നത്. നമുക്കറിയാം, ക്രൈസ്തവ സമൂഹം പിന്നോക്കാവസ്ഥയിലാണെന്ന് ദീർഘകാലമായി കേരളത്തിലെ സഭകളും കേരള കൗൺസിൽ ഓഫ് ചർച്ചസും ആവശ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കുന്നതിന് ഭരണകൂടങ്ങൾ തയ്യാറായിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ MP അവിടെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഇത് അംഗീകരിച്ചതാണ്. എന്നാൽ നമ്മുടെ ഭരണകൂടങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ മാറ്റുന്നതിന് യാതൊന്നും ഇക്കാലയളവിൽ ചെയ്തില്ല. അതുകൊണ്ട് ദീർഘകാലത്തെ ഞങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് ജസ്റ്റിസ് JV കോശി കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ സമയമെടുത്ത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ സർക്കാർ തയ്യാറായില്ല. കാര്യമെന്ത്? ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കുവാൻ സർക്കാരിന് താൽപര്യമില്ല. ഇതിനു മുൻപ് സമാനമായ റിപ്പോർട്ടുകൾ പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ വന്നപ്പോൾ 3 മാസം കൊണ്ട് നടപ്പിലാക്കിയ സർക്കാർ 1 വർഷമായിട്ടും ഈ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ തയ്യാറാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ സർക്കാരിന് പ്രതികരണശേഷിയില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി നമുക്കറിയാം, കേരള സർക്കാർ ക്രൈസ്തവ സമൂഹത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്നവർ വിചാരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന്. ഉണ്ടായി. നമുക്കറിയാം, ന്യൂനപക്ഷ വിദ്യാർത്ഥികളിൽ പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ആവശ്യമായ പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് ജനസംഖ്യാനുപാതികമായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ 20% താഴെ മാത്രമാണ് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അനീതിയാണ്, ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ല, ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല, മതേതരത്വത്തിന് നിരക്കുന്നതല്ല എന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടാകാതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായി. നമുക്കറിയാം, ഒരു മതേതര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടത്? ഹിന്ദു ആയാലെന്നാ, മുസൽമാനായാലെന്നാ, ക്രിസ്ത്യാനി ആയാലെന്താ? കോടതി ഉത്തരവ് നടപ്പിലാക്കി മാന്യമായി മതേതരത്വം കാത്തു സൂക്ഷിച്ച് മുൻപോട്ട് പോകേണ്ടതിന് പകരം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ക്രൈസ്തവ സമൂഹത്തിനെതിരെ
ഈ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതൊരു വെല്ലുവിളിയായി ഞങ്ങൾ കണക്കാക്കുകയാണ്. ഇത് മതേതരത്വത്തോടുള്ള ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഈ അപ്പീലിൽ നിന്ന് പിന്മാറണം. നമുക്കറിയാം, ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഈ മതേതര രാഷ്ട്രത്തിൽ മതത്തിന്റെ പേരിൽ പ്രത്യേക ആനുകൂല്യങ്ങളോ മതത്തിന്റെ പേരിൽ വിവേചനമോ നടത്തുന്നത് ശരിയല്ല. എന്നാൽ 1950 പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ ദളിത് ക്രൈസ്തവരെ പട്ടികജാതി സംവരണത്തിൽ നിന്ന് ഒഴിവാക്കി. എന്ന് പറഞ്ഞാൽ 1950 ഇന്ത്യ ഭരിച്ചതാര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനുശേഷം മൂന്നാം മുന്നണി സർക്കാരുകൾ നിരവധി തവണ ഇന്ത്യ ഭരിച്ചു. ഇപ്പോൾ BJP സർക്കാർ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സർക്കാർ പോലും ദളിത് ക്രൈസ്തവരോട് മാന്യമായി ഇടപെടുവാൻ, എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോട് മാന്യമായി ഇടപെടുവാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന രാഷ്ട്രീയ പാർട്ടിയോട് മമതയോ എതിർപ്പോ ഇല്ല. കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അവനോട് കരുണ കാണിച്ചവനാണ് അവന്റെ കൂട്ടുകാരനെന്നാണ്. ക്രൈസ്തവ സമൂഹത്തോട് കരുണ കാണിക്കുവാൻ ആരും തയ്യാറായിട്ടില്ല. ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ്. ഈ പ്രശ്നമുള്ളപ്പോൾ തന്നെ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നു. ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിന് തുല്യമായ ആനുകൂല്യങ്ങൾ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൊടുത്തിരുന്നു. എന്നാൽ കേരള സർക്കാർ ചെയ്തെന്താകട്ടെ, ഘട്ടം ഘട്ടമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പിന് തുല്യമായിരുന്ന ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ കുറച്ചു. ഏറ്റവും ഒടുവിൽ 2023 മാർച്ച് മാസത്തിലെ ഉത്തരവിലൂടെ അതിലെ അവസാനത്തെ ആണിയും ഈ സർക്കാർ അടിച്ചിരിക്കുകയാണ്. അന്നേരം പലരും ചോദിക്കാം, ഇതിൽ സഭകൾ മൊത്തത്തിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ എന്ന്. തീർച്ചയായും ഇതിൽ മൊത്തത്തിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരുത്തന് വിശന്നാൽ അവൻ ആഹാരം കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുത്തന് സ്കോളർഷിപ്പ് ലഭിച്ചില്ല എങ്കിൽ അവന് സ്കോളർഷിപ്പ് വാങ്ങിക്കൊടുക്കുവാൻ, അവന് പഠിക്കുവാനുള്ള ക്രമീകരണം കൊടുക്കുവാൻ, സംവരണമില്ലാത്തവന് സംവരണം കൊടുക്കുക എന്ന് പറയുന്നത് ക്രൈസ്തവ ദൗത്യമാണ്. അതിൽ വിശ്വസിക്കാത്തവനെ ക്രിസ്തു ഭക്തനായി ഞങ്ങൾ കാണുന്നുമില്ല. അതുകൊണ്ട് അടിയന്തരമായി നിഷേധിച്ചതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് പുനഃസ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങൾ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾ കൊടുക്കുകയും വേണം. ഇതാരുടെയെങ്കിലും ഓശാരമോ ഔദാര്യവുമായി നിങ്ങൾ കാണരുത്. മഹാനായ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ സമിതിയിൽ പറഞ്ഞതുപോലെ കാലാകാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉത്ഥാനത്തിനായി ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദളിത് ക്രൈസ്തവർക്ക് കൊടുക്കുവാനും പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷനെ പൂർവാധികം ശക്തിയിലേക്ക് കൊണ്ടുവരുവാനും ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുവാനും തയ്യാറാകണം. അടുത്തതായി KCC ആവശ്യപ്പെടുന്നത് മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിന്റെ രൂപത്തിൽ ക്രൈസ്തവ പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തക ക്ഷേമനിധി ബോർഡ് കൊണ്ടുവരണം. എന്താണ് മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൽ ചേർന്നവർക്ക് കൊടുക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, അന്നത്തെ മന്ത്രി ജലീൽ തന്നെ അസംബ്ലിയിൽ പറഞ്ഞതാണ്. സംശയമുള്ളവർക്ക് ഗൂഗിൾ ചെയ്തു അടക്കാം. ബോർഡിന്റെ ചെയർമാൻ കൃത്യമായി പറഞ്ഞത് അവിടെ കിടപ്പുണ്ട്. അതിൽ ചേരുന്നവർക്ക് പെൻഷൻ കൊടുക്കുന്നു. അതുമാത്രമല്ല, അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്തയക്കാൻ സാമ്പത്തിക സഹായം കൊടുക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ ഏത് കോഴ്സിന് പോയാലും പഠിപ്പിക്കുവാനായിട്ടുള്ള ഫീസ് ഇളവ് കൊടുക്കുന്നു. അവർക്ക് വീട് വെക്കാൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോണും മെഡിക്കൽ സഹായവും എല്ലാം തന്നെ കൊടുക്കുന്നു. ഇത് അവതരിപ്പിച്ചുകൊണ്ട് അന്നത്തെ മന്ത്രി ജലീൽ അസംബ്ലിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സർ, അവർ മതം പഠിപ്പിക്കുന്നവരാണ്. മതം പഠിപ്പിക്കുന്നവരെ സംരക്ഷിക്കുക സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അന്നേരം ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, സർ, ഈ നിൽക്കുന്നവരാരും മതം പഠിപ്പിക്കുന്നവരല്ലേ? ക്രൈസ്തവ സുവിശേഷകരും പുരോഹിതരും അയ്യാമാരും ജീവിതകാലം മുഴുവൻ സമാധാനത്തിന്റെ സന്ദേശവുമായി ഒരിക്കൽ പോലും രാഷ്ട്രത്തിനെതിരെയോ സമൂഹത്തിനെതിരെയോ വിരലണക്കാതെ സ്നേഹത്തിന്റെ സുവിശേഷം മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാരെ സംരക്ഷിക്കുവാൻ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മതം പഠിപ്പിക്കുന്നവരെ സംരക്ഷിക്കുകയാണെങ്കിൽ ഒരു പന്തിയിൽ 2 വിളമ്പിന്റെ ആവശ്യമില്ല. ഒരേപോലെ കാണുവാൻ ഈ സർക്കാർ തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള നിയമസഭയിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നിയമനിർമ്മാണം നടത്തി. ഇത് കേൾക്കുന്നവർ ചോദിക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ അതും ചെയ്തത് മന്ത്രിയായിരുന്ന ജലീൽ തന്നെയാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിയമം, ആ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ചെയർമാൻ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ അംഗം മറ്റൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കണം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 2 ന്യൂനപക്ഷങ്ങളാണുള്ളത്, മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യാനികളും. ഈ 2 കൂട്ടർക്കും പ്രാതിനിധ്യം കിട്ടുന്നതിന് വേണ്ടിയാണ് ആക്ടിൽ അപ്രകാരം പറഞ്ഞിരുന്നത്. മൂന്നാമത്തെ അംഗം ആരായാലും മതി, വനിതയായിരിക്കണമെന്നേ ഉള്ളൂ. എന്നാൽ മന്ത്രി ജലീൽ എന്താ ചെയ്തത്?
ഫ്രം അനദർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നത് മാറ്റിയിട്ട് എ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആക്കി രണ്ടാമത്തെ അംഗത്തെയും ക്രൈസ്തവ സമൂഹത്തിന് നിഷേധിച്ചു. ഈ നീതി നിഷേധം, അതായത് ക്രൈസ്തവ സമൂഹത്തിനെതിരായ നിയമനിർമ്മാണം കേരള നിയമസഭയിൽ നടന്നപ്പോൾ മാ നിഷാദ അരുത് കാട്ടാള എന്ന് പറയുവാൻ തന്റെ ഇടമുള്ള ഒറ്റ MLA പോലും കേരള നിയമസഭയിൽ ഇല്ലായിരുന്നു, ഒറ്റ പാർട്ടി പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ ഈ തെരുവിലൂടെ സൂര്യന്റെ കത്തുന്ന ചൂടിനെ അവഗണിച്ചുകൊണ്ട് നടക്കേണ്ടിയുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി അകത്ത് സംസാരിക്കാൻ ആളില്ലെങ്കിൽ പുറത്ത് സംസാരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. പേരുകൊണ്ട് ക്രിസ്ത്യാനികളായ പലരും കേരള നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഞങ്ങൾക്കെതിരായി നിൽക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ഇനിയും ഈ യാത്ര ഒരു അവസാനമാണെന്ന് ആരും കരുതരുത്. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നീതി നിഷേധങ്ങൾക്കെതിരെയുള്ള തുടർ പോരാട്ടങ്ങളുടെ ഉണർത്തുപാട്ട് മാത്രമായിരിക്കും ഇത്. ഓരോ അസംബ്ലി മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് തുറന്ന ചർച്ചകൾക്ക് തയ്യാറായിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തന്റെ ഇടമുള്ളവർ അവിടെ വന്ന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇല്ല എങ്കിൽ തെരഞ്ഞെടുപ്പുകളിലൂടെ മറുപടി പറയിക്കാനുള്ള ശക്തി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. 10ഓ 70ഓ മണ്ഡലങ്ങളിൽ റിസൾട്ട് നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല. ഞങ്ങൾ ഇത് പറയുന്ന ആരോടുമുള്ള വെല്ലുവിളിയല്ല, നീതി നിഷേധിക്കുന്ന കാട്ടാള സമൂഹത്തോടുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ നീതിപൂർവമായ ന്യായമായ ഈ 4 ആവശ്യങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ അതിനോട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാന്യമായി പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥയിൽ ഈ വെയിലിനെ മറന്നുകൊണ്ട് ജാഥയിൽ പങ്കെടുത്ത ബഹുമാന്യരായിട്ടുള്ള എല്ലാ പുരോഹിതർക്കും അഭിമന്യ തിരുമേനിമാർക്കും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.